ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 ചൊവ്വാഴ്ചയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം നോക്കാം. കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കഴിഞ്ഞ ക്യാബിനറ്റിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെയാണ് നിലനിർത്തിയത്. ഏതായാലും ഗവൺമെന്റ് സ്റ്റേബിൾ ആണ് എന്ന സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി വീടുകൾക്കുള്ള സഹായത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനപ്പെട്ട സിമന്റ് കൺസ്ട്രക്ഷൻ സെക്ടറുകൾക്ക് പോസിറ്റീവായ വാർത്ത തന്നെയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പെട്ടെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇത് തന്നെയാണ് അവിടെയുള്ള ഇടിവിന് കാരണമായത്. ഏതായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ സുപ്രധാനമായ വാർത്തകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കഴിഞ്ഞ ക്യാബിനറ്റിൽ നിന്ന് മാറ്റമില്ലാത്തതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി, ധനകാര്യം നിർമ്മല സീതാരാമൻ, വിദേശകാര്യം S ജയശങ്കർ, റെയിൽവേ അശ്വിനി വൈഷ്ണവ് എന്നിവരാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് മാക്രോ സ്റ്റെബിലിറ്റി ഇത് കൂട്ടുന്നു. ഇതുകൂടാതെ നയ തുടർച്ചയും ഇത് കാണിക്കുന്നു. ഏതായാലും മന്ത്രിസഭാ രൂപീകരണം സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സ്പെക്റ്റീവിൽ വളരെ പോസിറ്റീവായി തന്നെ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പുറത്തു വന്നത്, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി വീടുകൾക്കുള്ള സഹായത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ ജൂൺ 10 പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗണ്യമായ വിപുലീകരണം പ്രഖ്യാപിച്ചു. ഈ നീക്കം ഭവനം ആവശ്യമുള്ള അർഹരായ കുടുംബങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 4.21 കോടി വീടുകൾ ഇതുവരെ PMAY സ്കീം പ്രകാരം നിർമ്മിച്ചു നൽകി. ഏതായാലും ഇനി നിർമ്മിക്കാനിരിക്കുന്നത് 3 കോടി വീടുകൾക്കുള്ള സഹായമാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഈ ഒരു വാർത്ത എന്തായാലും കൺസ്ട്രക്ഷൻ സെക്ടർ, അതുപോലെ സിമെന്റ് ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, റിയൽ എസ്റ്റേറ്റ് സെക്ടർ, യൂട്ടിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകൾക്ക് വളരെ ഗുണകരമായ വാർത്ത തന്നെയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇൻഡിഗോയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ ഇൻഡിഗോ എന്റർപ്രൈസ് ഒരു ബ്ലോക്ക് ഡീലിലൂടെ കമ്പനിയുടെ ഏകദേശം 2% ഓഹരികൾ വിൽക്കാൻ പദ്ധതിയിടുന്നു എന്ന് റിപ്പോർട്ട് വരുന്നു. മറ്റൊരു കമ്പനി റെയ്മണ്ട് ആണ്. റെയ്മണ്ട് ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് വിഭാഗമായ റെയ്മണ്ട് റിയാലിറ്റി മുംബൈ ബാന്ദ്ര ഈസ്റ്റിൽ ഒരു ഹൗസിംഗ് സൊസൈറ്റി പ്രൊജക്ടിന്റെ പുനർവികസനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പദ്ധതി കാലയളവിൽ 2000 കോടിയിലധികം രൂപയുടെ വരുമാനം ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കും. മറ്റൊരു കമ്പനി RVNL ആണ്. സീമൻസ് RVNL കൺസോർഷ്യത്തിന് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ അംഗീകാരം ലഭിച്ചു. 394 കോടി രൂപയുടേതാണ് പ്രൊജക്ട്. അടുത്തത് കോസ്മിക് CRF ആണ്. കമ്പനിക്ക് 2 പുതിയ കമ്പനികളിൽ നിന്നായി 3 ഓർഡറുകൾ ലഭിച്ചു. 1.28 കോടി രൂപയുടേതും 1.09 കോടി രൂപയുടേതുമാണ് പ്രൊജക്ടുകൾ. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ഇന്ത്യ സിമന്റ്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. ലൈവ് നിർബന്ധമായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ്. സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ട്. ലൈവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോമിൽ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. 77,079 സെൻസെക്സും 23,412 എന്ന ഓൾ ടൈം ഹൈ നിഫ്റ്റിയും ടച്ച് ചെയ്തു. IT സ്റ്റോക്കുകൾ US റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾ വൈകും എന്ന സൂചനകൾ കാരണം 2% ഇടിഞ്ഞു. പുതിയ ഗവൺമെന്റ് വന്നതോടെ സിമന്റ് സ്റ്റോക്കുകൾ വീണ്ടും ഉയർന്നു. PM കിസാൻ 17ാം ഗഡു തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അനുവദിക്കും എന്ന വാർത്ത ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ ഉയരാനുള്ള ഒരു കാരണമായി. നിഫ്റ്റിയിലേക്ക് 23,259 30 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 23,300 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നത് ഒരു ചെറിയ നെഗറ്റിവിറ്റി ആയിട്ട് കണക്കാക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ലോ മുതൽ ഇന്നലത്തെ ഓൾ ടൈം ഹൈ വരെ നിഫ്റ്റി ഏകദേശം 2100 പോയിന്റ്സ് ആണ് ഉയർന്നത്. അതായത് 10% നേട്ടമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിഫ്റ്റിയിലുണ്ടായത്. ഇനി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. നിഫ്റ്റിയുടെ അപ്സൈഡ് മൊമെന്റത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. മാത്രമല്ല 2100 പോയിന്റ്സ് വളരെ പെട്ടെന്നാണ് നിഫ്റ്റി
ഒരാഴ്ച കൊണ്ടാണ് നിഫ്റ്റി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അടുത്തത് ഡേ ക്യാൻഡിലാണ്. ഒരു ഇൻവേർട്ടഡ് ബിയറിഷ് ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് ആദ്യം ATM സ്ട്രൈക്കായി 23,250 20% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 24% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഷോർട്ട് ബിൽഡപ്പ്. 23,200 സ്ട്രൈക്കിൽ 37% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 5% ഇടിവാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 23,300 സ്ട്രൈക്കിൽ 96% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 64% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡിന് ചെറിയ ഒരു മുൻതൂക്കമുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,780 22 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 50,250 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഇന്നലെ ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഷാർപ്പ് റാലി തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ഡൗൺ സൈഡിൽ 49,320 മുതൽ 49,070 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 50,250 മുതൽ 50,350 വരെയുള്ളത് പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 50,000-ലാണ്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന 50,000 എന്ന സ്ട്രൈക്ക് തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 16.40 2.87% ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ, വലിയ പ്രോഫിറ്റിലേക്ക് പോയ ഒരു സ്റ്റോക്കായിരുന്നു FACT. ഏപ്രിൽ 1-നാണ് 657 നമ്മൾ എൻട്രി എടുക്കുന്നത്. 810 വരെയാണ് ഇന്നലെ അപ്പായത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെല്ലാം വലിയ റാലിയായിരുന്നു ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെ 18.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് IIF-ലായിരുന്നു. ഏപ്രിൽ 8-ന് 429 നിന്നും 486 വരെ അപ്പായി 11.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ആയിരുന്നു. ഏപ്രിൽ 16-ന് 835 നിന്നും 917.9 വരെ അപ്പായി 9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് CIE ഇന്ത്യ ആയിരുന്നു. മെയ് 22-ന് 528 നിന്നും 578.25 വരെ അപ്പായി 8.7% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ശ്രീ സിമെന്റ് ആയിരുന്നു. മാർച്ച് 21-ന് 25,370 അതിലാണ് എൻട്രി എടുത്തത്. 27,435 വരെ അപ്പായി 7.5% പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് റെയ്മണ്ട് ആണ്. ജൂൺ 7-ന് 2,435 എൻട്രി എടുത്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ 6.7% പ്രോഫിറ്റ് ലഭിച്ചു. 2,610 വരെയാണ് സ്റ്റോക്ക് ഇന്നലെ ഹൈ ക്രിയേറ്റ് ചെയ്തത്. മറ്റൊരു സ്റ്റോക്ക് ലോയ്ഡ് മെറ്റൽസ് ആൻഡ് എനർജി ആയിരുന്നു. മെയ് 17-ന് 707 നിന്നും 749 വരെ അപ്പായി 5.6% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ജൂൺ 7-ന് 574 നിന്നും 605 വരെ അപ്പായി 5.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് VBL ആയിരുന്നു. മെയ് 17-ന് 1,517 നിന്നും 1,593 വരെ അപ്പായി 4.8% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ക്യൂസ് കോർപ്പ് ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 605 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 670. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൃത്യമായി സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്.
ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നല്ല ബൈയിങ്ങിലേക്ക് തന്നെ വന്നിരിക്കുന്നു. 2572 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. DIs ആവട്ടെ 2764 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നല്ല രീതിയിൽ തന്നെ രണ്ട് കൂട്ടരും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. US മാർക്കറ്റിലേക്ക് ഈ ആഴ്ച ഉപഭോക്തൃ വില റിപ്പോർട്ടിനും ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായി നിക്ഷേപകർ ജാഗ്രതയോടെയാണ് ഇന്നലെ ട്രേഡ് ചെയ്തത്. ഇന്നലെ അവസാന മണിക്കൂറിൽ 3 ഇൻഡെക്സുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നതും. ഡൗ ജോൺസ് 0.18% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.35% നേട്ടത്തിലും, S&P 500 0.26% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. മെയ് മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റിംഗ് അവസാനിക്കുന്നതും ബുധനാഴ്ചയാണ്. ആ മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നിക്ഷേപകർ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. US സെൻട്രൽ ബാങ്ക് എപ്പോൾ ഒരു പലിശ നിരക്കിലേക്ക് പോകും എന്നതിനെക്കുറിച്ചാണ് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇന്നാണ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഈ രണ്ട് ഇവന്റ്സും ഈ ആഴ്ച മാർക്കറ്റുകളുടെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത് തന്നെയാണ്. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ആപ്പിൾ ഇന്നലെ 1.9% ഇടിഞ്ഞു. സൗത്ത് വെസ്റ്റ് എയർലൈൻസ് 7.6% ഉയരുകയും ചെയ്തു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.94% ഇടിഞ്ഞു. വിപ്രോ 1.07% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പ് 0.72% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.16% ഇടിവിലും, S&P 500 0.09% ഇടിവിലും, നാസ്ഡാക്ക് 0.12% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്പിലെ 3 മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ വലിയ നഷ്ടമുണ്ടാക്കിയത് ഫ്രാൻസ് മാർക്കറ്റ് CAC ആയിരുന്നു. അതിനുള്ള കാരണങ്ങളും നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ വോട്ടെടുപ്പിൽ വലിയ തോൽവിക്ക് ശേഷം ഞായറാഴ്ച വൈകുന്നേരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പെട്ടെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തൽഫലമായി തിങ്കളാഴ്ച ഫ്രാൻസിന്റെ സ്റ്റോക്ക് ഏകദേശം 1.4% ഇടിയുകയും ചെയ്തു. പ്രമുഖ ബാങ്കായ സൊസൈറ്റി ജനറൽ BNP പാരിബസ് എന്നിവ ഗണ്യമായ ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.07% ഇടിവിലും, CAC 0.08% ഇടിവിലും, FTSE 0.09% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ സ്ട്രോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ് US ജോബ്സ് ഡാറ്റയ്ക്കും US ജോബ്സ് റിപ്പോർട്ട് വെളിപ്പെടുത്തലിനും ശേഷം തിങ്കളാഴ്ച ഏഷ്യൻ മാർക്കറ്റുകൾ സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്യുന്നത്. ജപ്പാനിൽ നിന്നും റിവൈസ്ഡ് ഫസ്റ്റ് ക്വാർട്ടർ GDP നമ്പേഴ്സിനോട് ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതികരണം കാണാം. കൂടാതെ ഇന്ന് ഓസ്ട്രേലിയ, ചൈന മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,242 എന്ന നിലയിലാണ്. അതായത് വെറും 9 പോയിന്റ്സ് മാത്രം അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.33% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.53% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.36% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.03% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ വേനൽക്കാല ഇന്ധന ആവശ്യം വരും ആഴ്ചകളിൽ വിപണിയെ വിതരണ കമ്മിയിലേക്ക് തള്ളിവിടുമെന്ന വിശാല വിദഗ്ധരുടെ കണക്കുകൂട്ടൽ തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സിൽ 2% നേട്ടത്തിന് കാരണമായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $81.67 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.50% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.81 പെർ ബാരൽ എന്ന നിലയിൽ 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വാർത്തകളെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.